സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. തീത്തോസ് എഴുതിയ ലേഖനം 2-ാം അധ്യായം 1-ാം വാക്യം. നീയോ പത്യോപദേശത്തിന് ചേരുന്നത് പ്രസ്താവിക്ക. നീയോ പത്യോപദേശത്തിന് ചേരുന്നത് പ്രസ്താവിക്കുക. വിശുദ്ധനായ പൗലോസിന്റെ ശുശ്രൂഷയിൽ വളരെ കഴിവുള്ളവരായ സഹായികളുണ്ട്. കൂടെ നിൽക്കുവാൻ അനേകം പേരുണ്ട്. ഒരു വ്യക്തിക്ക് ഒറ്റയ്ക്ക് ദൈവത്തിൻ്റെ വേല ചെയ്യാൻ കഴിയില്ല. ദൈവത്തിൻ്റെ വേല ചെയ്യുന്നതിന് അനേകർ ആവശ്യമാണ്. എപ്പോഴാണോ നാം യൂണിറ്റി ഉള്ളവരായി, ഐക്യതയുള്ളവരായി ഇരിക്കുന്നുവോ, അപ്പോൾ മാത്രമേ ദൈവത്തിൻ്റെ വൻ കാര്യങ്ങൾ കാണാൻ കഴിയൂ. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നടക്കണമെങ്കിൽ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നതായ, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ആൾ, ദൈവദാസന്മാർ, അനേക വരങ്ങൾ ഉള്ളവർ, അതുപോലെ അനേക താലന്തുകൾ ഉള്ളവർ, ഇവരെല്ലാം ഒരുമിച്ച് നിൽക്കണം. അങ്ങനെ ഐക്യതയോടെ നിൽക്കുന്നതിന് വേണ്ടി ദൈവത്തിൻ്റെ കൃപ നമുക്ക് ഒരുപാട് ആവശ്യമാണ്. തീത്തോസ് പൗലോസിന്റെ ശുശ്രൂഷ സഹായികളിൽ ഒരാളാണ്. എൻ്റെ അരുമ ശിഷ്യനാണ്, എൻ്റെ മകനാണ് എന്ന് തിമോത്തിയോസിനെ കുറിച്ചും തീത്തോസിനെ കുറിച്ചും പൗലോസ് പറഞ്ഞിട്ടുണ്ട്. ഇവർ യൗവനക്കാരാണ്. തിമോത്തിയോസ് ഒരു 20-22 വയസ്സ് ഉള്ളപ്പോൾ തന്നെ വലിയൊരു ദൈവദാസനായി. പൗലോസിന്റെ ദൈവവേലയിൽ ശുശ്രൂഷകളിൽ സഹായിച്ചിരുന്നതായ താൻ ഒരുപാട് അനുഭവങ്ങൾ പ്രാപിച്ചിട്ട് പൗലോസിന്റെ അനുവാദത്തോടുകൂടി, ഉപദേശത്തോടുകൂടി, മുന്നറിയിപ്പോടുകൂടി ദൈവവേല ചെയ്യാനിടയായി. അതുപോലെ തീത്തോസും ദൈവത്തിൻ്റെ കയ്യിൽ ശക്തമായി ഉപയോഗിക്കപ്പെട്ട, യൗവനപ്രായത്തിൽ ഉപയോഗിക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. ഈ കാലത്തും അനേക യൗവനക്കാർ പ്രസംഗിക്കാറുണ്ട്. സാധാരണ യൗവനക്കാരുടെ പ്രസംഗങ്ങൾ കേട്ടാൽ അത് വലിയ ശക്തിയുള്ളതായിരിക്കും, വളരെ വേഗത്തിലുള്ളതായിരിക്കും. ഇടയ്ക്കിടയ്ക്ക് അവർക്ക് കഴിയാവുന്നതിനപ്പുറം അവർ പ്രസംഗിക്കാറുണ്ട്. ഞാൻ ആരാണ്? എനിക്ക് പ്രസംഗിക്കാൻ കഴിയുന്നത് എന്താണ്? ചില സന്ദർഭങ്ങളിൽ അത് വളരെ ശക്തമായ പ്രസംഗമാണെന്ന് അവർ വിചാരിക്കും. ഞാൻ യുവാവായിരുന്നപ്പോഴാണ് പ്രസംഗിക്കാൻ ആരംഭിച്ചത്. ചില സമയത്ത് ഇനിയും ഞാൻ എന്തൊക്കെയോ പഠിക്കേണ്ടതായിട്ടുണ്ട്, ഇപ്പോഴും ഞാൻ ചെറിയവനാണ് എന്ന മനോഭാവത്തോടെ, എന്ന മനസ്സിൽ ചിന്തയോടുകൂടി പ്രസംഗിക്കുമ്പോൾ വളരെ സൂക്ഷ്മതയോടെ ആയിരിക്കും. നിങ്ങൾ എന്ന് പറയാതെ പലപ്പോഴും നമ്മളെന്നാണ് ഞാൻ പറയാറുള്ളത്. എന്തുകൊണ്ടെന്നാൽ ഞാനൊരു വലിയ വ്യക്തിയാണെന്ന് വിചാരിക്കാതെ, താഴെയിരിക്കുന്ന നിങ്ങളെല്ലാം ചെറിയ ആളുകളാണെന്നുള്ള മനോഭാവത്തോടെ വചനം സംസാരിക്കുന്നത് ശരിയായതല്ല. സാധാരണ യൗവനക്കാർ കുറച്ച് ആക്റ്റീവ് ആയിരിക്കുന്നത് കൊണ്ട് അവരുടെ മെസ്സേജുകളും ശക്തമായിരിക്കും. അതുകൊണ്ടാണ് പൗലോസ് തിമോത്തിയോസിനും തീത്തോസിനും മുന്നറിയിപ്പ് കൊടുക്കുന്നത്. നിന്റെ യൗവനക്കാലമായതുകൊണ്ട് ആരും നിന്നെ തുച്ഛീകരിക്കാതിരിക്കാൻ നോക്കൂ. നിന്റെ ഉപദേശത്തിലും നിന്റെ പ്രവർത്തികളിലും വളരെ സൂക്ഷ്മതയോടെ ആയിരിക്കൂ. നീ വിശ്വാസികൾക്ക് സ്നേഹവും വിശ്വാസവും വിശുദ്ധിയും കാണിച്ചു കൊടുക്കുന്നവനായിരിക്കണം. അങ്ങനെ ഉപദേശിച്ചുകൊണ്ട് ഇവിടെ തീത്തോസിന് ഇവിടെ നല്ല സാരാംശമായ ഒരു സന്ദേശം എങ്ങനെ കൊടുക്കണം എന്ന് പൗലോസ് എഴുതി അറിയിക്കുകയാണ്. നീയോ പത്യോപദേശത്തിന് ചേരുന്നത് പ്രസ്താവിക്കുക. എന്താണ് പത്യ ഉപദേശം? അതായത് ശരിയായ ഉപദേശം. പഥ്യമെന്ന് പറയുമ്പോൾ അനുകൂലമായിട്ടുള്ള ഉപദേശം. മനുഷ്യന് അനുകൂലമായതാണോ ദൈവത്തിന് അനുകൂലമായതാണോ? ദൈവത്തിന് അനുകൂലമായിട്ടുള്ള ഉപദേശം. ബാലൻസ്ഡ് മെസ്സേജ്. കണ്ടിട്ടില്ലേ? ക്രിസ്തീയ സന്ദേശങ്ങളിൽ കൂടുതൽ അങ്ങോട്ടും പോവുകയില്ല, ഇങ്ങോട്ടും പോവുകയില്ല. വളരെ തീവ്രമായത് അല്ല. എന്താണ്? കൈ വെട്ടിമാറ്റാൻ പറയുമ്പോൾ വെട്ടിമാറ്റുന്നതല്ല. കണ്ണ് ചൂഴ്ന്നു കളയാൻ പറയുമ്പോൾ ചൂഴ്ന്നു കളയുന്നതല്ല. അതിൽ വളരെ അർത്ഥങ്ങൾ ഉണ്ട്. അന്ത്യ നാളുകളിൽ മനുഷ്യർ നല്ല ഉപദേശങ്ങൾ കേൾക്കില്ല. അവർക്ക് ആവശ്യമായ നല്ല കഥകളൊക്കെ കേട്ട് അവർ കർണരസം കിട്ടുന്ന സന്ദേശങ്ങൾക്ക് വേണ്ടി ശ്രദ്ധിക്കും. ദൈവദാസന്മാരും അങ്ങനെയുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും.
അത് ആ കാലത്താണെങ്കിലും ഇന്നാണെങ്കിലും ദൈവത്തിൻ്റെ ഉപദേശം എവിടെയുണ്ടോ അവിടെ പിശാചിൻ്റെ ഉപദേശവും ഉണ്ട്. ദൈവത്തിൻ്റെ ഉപദേശം പോലെ പിശാചിൻ്റെ ഉപദേശവും കൊണ്ടുവരികയാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ് പ്രവാചകന്മാരുമുണ്ട്, കള്ളപ്രവാചകന്മാരുമുണ്ട്. ഒറിജിനലായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുപോലെ തന്നെയാണ് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതിനെ നാം ചേർത്ത് പിടിച്ച് നോക്കുകയാണെങ്കിൽ ഒറിജിനൽ ഏതാണ്, ഡ്യൂപ്ലിക്കേറ്റ് ഏതാണെന്ന് തിരിച്ചറിയാൻ കഴിയില്ല. അതുപോലെ ഈ അന്ത്യകാലത്ത് ഉപദേശ വിഷയത്തിൽ ഉപദേഷ്ടാക്കന്മാർ സൂക്ഷിക്കണം, ഉപദേശം കേൾക്കുന്നവരും സൂക്ഷിക്കേണ്ടതാണ്. നിന്റെ ഉപദേശം ശരിയാണെങ്കിൽ നിന്നെ തന്നെ നീ രക്ഷിക്കും, നിന്റെ ഉപദേശം കേൾക്കുന്നവരെ നീ രക്ഷിക്കും എന്ന് പൗലോസ് പറയുകയുണ്ടായി. ഇവിടെ തീത്തോസിനോട് പറയുകയാണ്, നീ പത്യോപദേശത്തിന് ചേരുന്ന വണ്ണം ഉപദേശിക്കുക. യഥാർത്ഥമായി ക്രിസ്തീയ ഉപദേശം ഒരു പ്രസ്താവന അല്ല, അല്ലെങ്കിൽ ഒരു സാഹിത്യം അല്ല, അല്ലെങ്കിൽ ഏതോ ഒരു മനോഹരമായ ഒരു അത്ഭുതകരമായ കാര്യത്തെക്കുറിച്ച് പറയുന്നതല്ല, അല്ലെങ്കിൽ പുതിയ പുതിയ കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ പ്രസ്താവിക്കുന്നത് അല്ല ഉപദേശമെന്നാൽ. വേദപുസ്തക ഉപദേശം, യേശുക്രിസ്തു ഉപദേശിച്ചിരുന്ന ഉപദേശം അനുസരിക്കേണ്ടത് ആയിരുന്നു. യേശു പഠിപ്പിച്ച സന്ദേശം അത് ജീവിത രീതിയാണ്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ അതൊരു ലൈഫ് സ്റ്റൈലാണ്. നാം എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന്. യേശുക്രിസ്തുവിന്റെ പ്രസംഗം എന്ന് പറയുന്നത് ഏതെങ്കിലും സാങ്കല്പികമായ കഥകൾ പറയുന്നതോ നാം കേൾക്കാത്ത എന്തെങ്കിലും അത്ഭുതകരമായ കാര്യങ്ങൾ പറയുന്നതോ അല്ല, കൈകൾ അടിക്കുന്നതോ അല്ല. നിങ്ങൾ എപ്പോഴെങ്കിലും സർക്കസിന് പോയിട്ടുണ്ടോ? സർക്കസിലെ ആളുകൾ സർക്കസ് നടത്തുമ്പോൾ അവർ മുകളിലേക്ക് ചാടി താഴേക്ക് ഇറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി സർക്കസ് നടത്തുന്ന സമയത്ത് നാം അവിടെ ഇരുന്ന ആളുകൾക്ക് നമുക്ക് എങ്ങനെയാണത് തോന്നുന്നത്? ആ ജോക്കർ വരുന്ന സമയത്ത് അവന്റെ കുടവേര് കണ്ടിട്ട് എല്ലാവരും വീണ് കിടന്ന് ചിരിക്കാനിടയാകും. എന്താണ്? ആ സർക്കസ് കണ്ടിട്ട് കൊള്ളാം കൊള്ളാമെന്ന് പറയും. വീട്ടിൽ വന്നിട്ട് നമുക്കങ്ങനെ ചെയ്യുവാൻ കഴിയുമോ? ചെയ്യാൻ പരിശ്രമിച്ച തലയും കുത്തി താഴെ കിടക്കുന്നത് കാണാം. അത് നമുക്ക് എന്തെങ്കിലും അത്യാവശ്യമാണോ? അത് കുറച്ച് സമയത്ത് വിനോദമായിട്ട് കാണുവാൻ വേണ്ടിയാണ്. അതിൽ കൂടെ നമുക്ക് വലിയ പ്രയോജനമില്ല. ക്രിസ്ത്യ ഉപദേശം അങ്ങനെയല്ല. പ്രസംഗം കേട്ടിട്ട് ദൈവം എന്ത് വലിയവനാണ്, ആഹാ ഓഹോ ആഹാ ആഹാ എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ ചെന്നിട്ട് സാധാരണ ആകുവാൻ പോലെയുള്ള ക്രിസ്തീയ ജീവിതമല്ല യേശു ക്രിസ്തു പഠിപ്പിച്ചത്. ഓർക്കണം. അതുപോലെ സാക്ഷ്യങ്ങൾ പറയുമ്പോൾ അതുമിതുമെല്ലാം കാര്യങ്ങളും പറയാറുണ്ട്. ദർശനം വന്നു, സ്വപ്നം കണ്ടു, അത് ഇത് എല്ലാം പറയും. അപ്പോൾ നമ്മൾ കേട്ട് അതെല്ലാം പറയും. എന്നാൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിന് അത് ഉപയോഗമാകുന്നുണ്ടോ? ഉപദേശം പഥ്യ ഉപദേശമായിരിക്കണം, ശരിയായ ഉപദേശമായിരിക്കണം. അത് മനുഷ്യന്റെ ജീവിത ശൈലിക്ക് ഉപയോഗപ്രദമായിരിക്കണം. യേശു ക്രിസ്തു ആകാശത്തിൽ ഇരുന്നു കൊണ്ട് ഉപദേശിച്ചില്ല. അവൻ നമ്മെപ്പോലെ തന്നെ മനുഷ്യനെ പോലെ ജഡരക്തം ഉള്ളവനായിട്ട് മനുഷ്യനായി ഈ ലോകത്തിലേക്ക് വന്ന് നമ്മുടെ നടുവിൽ സഞ്ചരിച്ച് എങ്ങനെ ജീവിക്കണം എന്നത് ജീവിച്ച് കാണിക്കുവാനിടയായി. എന്താണ് പ്രസംഗിച്ചത് അവനത് ജീവിച്ചു കാണിച്ചു. എന്താണോ ജീവിച്ച് കാണിച്ചത് അതായിരുന്നു അവന്റെ പ്രസംഗവും. ഇന്ന് അവന്റെ ശിഷ്യന്മാരെന്ന് പറയുന്നതായ നാം, അവന്റെ സേവകർ എന്ന് പറയുന്നതായിരിക്കുന്ന നാം അവന്റെ കാൽപ്പാടുകൾ പിന്തുടരേണ്ടത് ആണ്. അപ്പോസ്തലനായ പൗലോസ് തീത്തോസിന് എഴുതിയ ലേഖനം 2:2 നോക്കിയാൽ എന്താണ് പറയുന്നത്? വൃദ്ധന്മാർ നിർമ്മലവും ഗൗരവവും സുബോധവും ഉള്ളവരും വിശ്വാസത്തിലും സ്നേഹത്തിലും സഹിഷ്ണുതയിലും ആരോഗ്യമുള്ളവരായിരിക്കണം എന്നും. ഭക്തി എന്ന് പറഞ്ഞാൽ ആർക്ക് ആയിരിക്കണം പറ? വൃദ്ധന്മാർക്ക്. നമ്മൾ വിചാരിക്കാറുണ്ട് എല്ലാം കഴിഞ്ഞിട്ട് അവസാനം ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമുക്ക് കാലുപിടിക്കാൻ പോകാം, അപ്പോൾ തീർത്ഥയാത്രയ്ക്ക് പോകാം. നമ്മുടെ ആളുകൾ ചില യെരുശലേമിലേക്ക് പോകാറുണ്ട്. ഞാൻ ആലോചിക്കാറുണ്ട് എന്തുകൊണ്ടാണ് വൃദ്ധന്മാർ മാത്രം ഇങ്ങനെ പോകുന്നതെന്ന്. എന്താണ്, ഇപ്പോൾ റിട്ടയർഡ് ആയിരിക്കുകയാണല്ലോ, അങ്ങനെ പോയി തീർത്ഥയാത്രയൊക്കെ ചെയ്തിട്ട് വന്നാൽ പുണ്യം കിട്ടുമെന്ന് വിശ്വസിക്കുകയാണ്. എന്താ അല്ലേ? ഭക്തി എന്നത് വൃദ്ധന്മാർക്കാണെന്നാണ് വിചാരിക്കുന്നത്. ഭക്തി വൃദ്ധന്മാർക്കാണോ, എല്ലാവർക്കുമാണോ? വൃദ്ധരുടെ ഭക്തി എന്താണ്? വാർദ്ധക്യകാലത്ത്, വാർദ്ധക്യ സമയത്ത് യൗവനക്കാരെ കുറിച്ച് നാം ഇപ്പോൾ പറഞ്ഞു. വളരെ ആക്റ്റീവായിരിക്കും, നല്ല ശക്തിയോടെ ആയിരിക്കും, നല്ല ബലത്തോടെ ആയിരിക്കും, നല്ല ഉണർവോടെ ആയിരിക്കും, വളരെ ആവേശത്തോടെ ആയിരിക്കും. എന്നാൽ വൃദ്ധന്മാരെങ്ങനെയാണ്? പറയൂ, ഇവിടെ വൃദ്ധന്മാരുണ്ടല്ലോ. വൃദ്ധർ എങ്ങനെയായിരിക്കും? വളരെ അലസതയോടെ ആയിരിക്കും, ബലഹീനതയോടെ ആയിരിക്കും. ഇപ്പോഴാണെങ്കിൽ പലവിധമായ രോഗത്താലായിരിക്കും. വാർദ്ധക്യമാകുമ്പോൾ പലർക്കും ചില ഡിഗ്രികൾ ഉണ്ടാകാനിടയാകും. എങ്ങനെയുള്ള ഡിഗ്രികളാണ്? ഷുഗർ, BP, തൈറോയിഡ്, കാലുവേദന, പുറംവേദന, നടുവേദന,
കഴുത്തുവേദന, എത്ര വേദനയുണ്ടെങ്കിലും ചില സ്ത്രീകൾ വാർദ്ധക്യത്തിലുള്ള അവർ അടങ്ങിയിരിക്കുകയില്ല. അടങ്ങിയിരിക്കുമോ? അവർ ആരോടെങ്കിലും വഴക്കുണ്ടാക്കിക്കൊണ്ടേയിരിക്കും. എന്താണ്? ആരെങ്കിലും ചോദിക്കുവാൻ വേണ്ടി ചെന്നാൽ, നീ എന്താടാ എന്നെ പഠിപ്പിക്കാൻ വേണ്ടി വരുന്നത്? എൻ്റെ മുൻപിൽ വളർന്നവനല്ലേ നീയാണോ എന്നെ പഠിപ്പിക്കാൻ വരുന്നത്? തിരിച്ചു പറയുന്നത് കാണാം. എന്താണ്? അപ്പച്ചനെ നീ പഠിപ്പിക്കാൻ വേണ്ടി വരുവാണോ എന്ന് അപ്പച്ചൻ പറയാനിടും. അതല്ല അപ്പച്ച, പിന്നെന്താടാ, മിണ്ടാതിരിക്കൂ എന്ന് പറയും. എത്ര ധൈര്യമാടാ നിനക്ക്? എൻ്റെ അപ്പൻ്റെ മുൻപിൽ ഞാൻ നേരെ നീക്കത്ത് പോലുമില്ലായിരുന്നു ഇത്ര പ്രായമായിട്ടും. നീ ഇപ്പോഴേ വന്ന് എൻ്റെ മുൻപിൽ നിന്ന് സംസാരിക്കാറായോ എന്നാണ് പറയുന്നത്. നിങ്ങൾക്കറിയാമോ, പഴയകാലത്ത് പിതാവ്, മക്കൾ വളർന്നു വലുതായി അവർ പിതാവായാലും അവരുടെ പിതാവിനെ കാണുമ്പോൾ ഭയമാണ്. ഇപ്പോഴെവിടെയാണുള്ളത്? വൃദ്ധന്മാർ നിർമ്മതർ ആയിരിക്കണം. ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഗ്രാമപ്രദേശങ്ങളിൽ വൃദ്ധന്മാരെ. ഈ വൃദ്ധന്മാരിൽ അനേകം ആളുകൾ കള്ളു കുടിക്കാറുണ്ട്. ഇനിയും കുറച്ച് ഉള്ളിലേക്ക് ചെല്ലുകയാണെങ്കിൽ അവർ ചാരായം കുടിക്കുന്നത് കാണാം. വൃദ്ധന്മാർ കള്ളൊക്കെ കടിച്ചിട്ട് ഇങ്ങനെ സുഖമായിട്ട് കിടന്നുറങ്ങുന്നത് കാണാം. വാർദ്ധക്യ സമയത്ത് ചില ദുശീലങ്ങൾക്ക് അടിമകളായി പോവുകയാണ്. ഇനിയും ആണുങ്ങളാണെങ്കിൽ ചാരായം കുടിക്കുന്ന ആളുകൾ, വൃദ്ധന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവർ യൗവനക്കാരായിരുന്ന സമയത്ത് അവർ ശീലിച്ചു വന്ന ആ കാര്യം, ഒരപ്പച്ചൻ പറയാണ്, ദൈവത്തിൻ്റെ കൃപയാലാണ് ഇപ്പോഴും എനിക്ക് കുടിക്കാൻ പറ്റുന്നത്. അത് എന്താണെന്ന് ചോദിച്ചാൽ, ഞാനെന്താണ് ചെയ്യേണ്ടത്? ദൈവം എനിക്ക് പണം നൽകുന്നു, ഞാൻ കുടിക്കുന്നു. എൻ്റെ സമപ്രായക്കാരിൽ എപ്പോഴേ മരിച്ചു പോകാനിടയായി, എന്നാൽ ഞാൻ ഇപ്പോൾ മദ്യപിക്കുന്നു, എങ്കിലും ദൈവം എന്നെ ബലത്തോടെ നടത്തുന്നു എന്ന് പറയും. ദൈവം നമുക്ക് ദീർഘക്ഷമ നൽകുമ്പോൾ ദൈവത്തിൻ്റെ കൃപയാൽ, എന്നാൽ ചില വ്യക്തികൾ അതിനെ ചൂഷണം ചെയ്യാറുണ്ട്. വാർദ്ധക്യകാലം എന്ന് പറഞ്ഞാൽ ഭയങ്കരകരമായൊരു സമയമാണ്. നമ്മുടെ ശക്തിക്ക് നമുക്ക് ഒരു നിയന്ത്രണവും അവിടെ ഉണ്ടായിരിക്കുകയില്ല. നമുക്ക് സ്റ്റാമിന കാണില്ല. വൃദ്ധന്മാർ പെട്ടെന്ന് കോപിക്കുന്നത് കാണാം. പെട്ടെന്ന് അവർക്ക് മുഷിച്ചിലുണ്ടാകും. അവർ പെട്ടെന്ന് നിരാശപ്പെട്ടു പോകുന്നത് കാണാം. അവർ പെട്ടെന്ന് വീണുപോകുന്നത് കാണാം. വാർദ്ധക്യകാലം വളരെ സൂക്ഷ്മതയോടെ നാം ചിലവിടണം. അതുകൊണ്ടാണ് ഭക്തനായ ദാവീദ് പറഞ്ഞത്, എൻ്റെ വാർദ്ധക്യ സമയത്ത് എന്നെ ഉപേക്ഷിക്കരുതേ. അനേകം ആളുകൾ നല്ല ജീവിതം നയിച്ചിട്ട് വാർദ്ധക്യ സമയമായപ്പോൾ ദൈവത്തിൽ നിന്ന് അകന്നു പോയവരുണ്ട്. അതുകൊണ്ടാണ് വാർദ്ധക്യ സമയം നല്ലതായി നാം ഉപയോഗിക്കണം. വൃദ്ധന്മാർ നിർമ്മതരായിരിക്കണം, ഗൗരവം ഉള്ളവരായി ഇരിക്കേണ്ടതാണ്, സുബോധമുള്ളവരായി ഇരിക്കേണ്ടതാണ്, വിശ്വാസത്തിലും സ്നേഹത്തിലും സഹിഷ്ണുതയുള്ളവരും ആരോഗ്യമുള്ളവരും ആയിരിക്കേണ്ടതാണ്. ഓ, എൻ്റെ കാലമെല്ലാം കഴിഞ്ഞു പോയിരിക്കുന്നു എന്ന് പറയുന്നതല്ല. വാർദ്ധക്യ സമയത്തിലും സ്നേഹവും വിശ്വാസവും സഹിഷ്ണുതയും സുബോധവും ഗൗരവവും പവിത്രതയുമുള്ളവരായിരിക്കണം. ഇപ്പോഴും ഞാൻ ദൈവവേല ചെയ്യാൻ ഒരുക്കമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നിൽക്കുന്നത്. ശരീരത്തെ നീ വൃഥാവാക്കി വിൽക്കരുത്. വാർദ്ധക്യ സമയത്ത് ഇനിയും നീ ഫലം കായ്ക്കണം, ഇനിയും നീ അനുഗ്രഹം പ്രാപിക്കണം. എൻ്റെ സഹോദരിയുടെ അമ്മായിമ്മയെ ഞാൻ കാണാനിടയായി. US വെച്ച്. അവർക്ക് 89 വയസ്സാണ്. അവർ തന്നെയാണ് അവിടെ ഭക്ഷണം പാകം ചെയ്യുന്നത്, പാത്രം കഴുകുന്നത്. ആരെങ്കിലും വന്നാൽ അവർക്കും വെച്ചു വിളമ്പുന്നത് അവർ തന്നെയാണ്. എന്താണ്? വൃദ്ധന്മാർ, പ്രായമുള്ളവർ എപ്പോഴും മാതൃകയായിരിക്കണം. നിങ്ങളുടെ വീട്ടിലെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ കഷ്ടപ്പെടുവാൻ പഠിപ്പിക്കൂ, പണികൾ പഠിപ്പിക്കൂ. നിങ്ങൾ കഷ്ടപ്പെട്ട് അവർക്ക് മാതൃകയായി നിന്ന് അവരെയും പഠിപ്പിക്കൂ. നിങ്ങൾ നിർമ്മതരായിരുന്ന അവരെ നിർമ്മതരാക്കുവാൻ പഠിപ്പിക്കൂ. നിങ്ങൾ നല്ല മനസ്സുള്ളവരായിരുന്ന അവരെ നല്ല മനസ്സുള്ളവരാക്കി മാറ്റേണ്ടതാണ്. അല്ലാതെ പ്രായമുള്ളവർ മക്കൾക്കൊരിക്കലും തടസ്സമായി നിൽക്കരുത്. ദൈവത്തിൻ്റെ വേലയിൽ പ്രായമുള്ളവർക്കൊരു ഭാഗമുണ്ട്. ഞാൻ പ്രായമുള്ളവനായിപ്പോയി എനിക്കൊന്നും ചെയ്യുവാൻ കഴിയില്ല എന്നൊന്നും പറയരുത്. നമുക്കറിയാം, യേശുക്രിസ്തു ജനിച്ച സമയത്ത് യേശുവിനെ പേരിടുന്നതിന് വേണ്ടി ആലയത്തിൽ കൊണ്ടുപോയപ്പോൾ 2 വൃദ്ധന്മാരെ നമുക്കവിടെ കാണാൻ കഴിയും. ഒരാൾ ശിമയോൻ, മറ്റൊരാൾ ഹന്ന. അവർക്ക് എത്രയാണ് വയസ്സ്? 84 വയസ്സായിരിക്കുന്ന ഒരു വൃദ്ധ. നമുക്കൊന്ന് വായിക്കാം. അത് ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 36-ാം വാക്യം. ആശേർ ഗോത്രത്തിൽ ഫനുവേലിന്റെ മകളായ ഹന്ന എന്നൊരു പ്രവാചകി ഉണ്ടായിരുന്നു. അവൾ കന്യാകാലത്തിൽ പിന്നെ ഭർത്താവിനോടുകൂടെ 7 സംവത്സരം കഴിച്ചു. 84 സംവത്സരം വിധവയും വയസ്സു ചെന്നവളുമായി ദൈവാലയം വിട്ടുപിരിയാതെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ രാവും പകലും ആരാധന ചെയ്തു പോന്നു. ആ നാഴികയിൽ അവളും അടുത്ത് നിന്നു ദൈവത്തെ സ്തുതിച്ചു. യെരുശലേമിന്റെ വീണ്ടെടുപ്പിനെ കാത്തുനിന്ന എല്ലാവരോടും അവനെക്കുറിച്ച് പ്രസ്താവിച്ചു. 84 വയസ്സുണ്ട് ആ മാതാവിന്. ദേവാലയത്തിൽ വിട്ടുപിരിയാതെ ഉപവാസ പ്രാർത്ഥന ചെയ്യുകയാണ്, ശുശ്രൂഷ ചെയ്യുകയാണ്. ദേവാലയത്തിൽ വന്ന ആളുകളോട് വീണ്ടെടുപ്പിനെ കുറിച്ച്
സംസാരിക്കുകയാണ്. പ്രായമുള്ളവരുടെ വാക്കുകൾ പഴങ്കഞ്ഞിയാണെന്ന് പറഞ്ഞാൽ പഴങ്കഞ്ഞി കുടിച്ചാൽ നിനക്ക് ശരീരത്തിന് ആരോഗ്യമാണ്. യഥാർത്ഥത്തിൽ പഴങ്കഞ്ഞി കുടിക്കുന്നവർക്ക് ബിപിയും ഷുഗറും വരില്ലെന്നാണ്. എന്താണ്? രാവിലെ എഴുന്നേറ്റ് പഴങ്കഞ്ഞി കുടിക്കുവാണെങ്കിൽ ശരീരം തണുത്തു പോകും, BP ഉണ്ടാകില്ല. ഇതെല്ലാം നല്ലവണ്ണം ദഹിച്ചു പോകുന്നതുകൊണ്ട് ഷുഗർ കംപ്ലൈൻറ്റും നിങ്ങൾക്കുണ്ടാകില്ല. അല്ലാതെ ഈ ചായയും കാപ്പിയും ബ്രേക്ക്ഫാസ്റ്റും ടിഫിനും എന്ന് പറഞ്ഞ ഓരോന്ന് കഴിച്ച് നിങ്ങൾ അനാവശ്യമായ രോഗങ്ങൾ വരുത്തിവെക്കുന്നു. പ്രായമുള്ളവരുടെ വാക്ക് ചിക്കൻ 65 ആണെന്ന് പറഞ്ഞാൽ സന്തോഷിച്ചേനെ. എന്താണ്? വലിയവരുടെ വാക്ക് ചിക്കൻ 65 പോലെയല്ല ഈ കാലത്ത്. എന്നാൽ പ്രായമുള്ളവരുടെ വാക്കുകൾ എത്രമാത്രം നാം ശ്രദ്ധിക്കുന്നോ അത്രമാത്രം നമുക്ക് അനുഭവ ജ്ഞാനം ഉണ്ടാകും. പൗലോസ് പറയുകയാണ്, നിന്റെ ഉപദേശത്തിൽ വൃദ്ധന്മാരെ ഉപേക്ഷിക്കരുത്. വൃദ്ധർക്ക് ആവശ്യമായിരിക്കുന്ന പ്രോത്സാഹനവും ഉപദേശവും പ്രസംഗവും നീ കൊടുക്കണം. വൃദ്ധന്മാരെ, നിങ്ങൾ പ്രാർത്ഥിക്കൂ. വലിയ ശുശ്രൂഷ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ കൊച്ചു കുട്ടികൾക്ക് വേണ്ടി നിങ്ങൾക്ക് മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കാൻ കഴിഞ്ഞാൽ, നിങ്ങൾ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിച്ചാൽ, നിങ്ങൾ ആകാശത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിച്ചാൽ, സ്വർഗീയ പിതാവിന്റെ ശക്തി നിങ്ങളുടെ മേൽ, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ വരുവാനിടയാകും. ആവശ്യമില്ലാതെ സംസാരിച്ച് നിങ്ങളുടെ സമയം കളയാതെ, വൃഥാവായ സംഭാഷണത്തിലൂടെ നിങ്ങളുടെ സമയം ചിലവഴിക്കാതെ, ദൈവത്തിന്റെ സന്നിധിയിൽ നിങ്ങളുടെ സാക്ഷ്യങ്ങൾ പങ്കുവെച്ചുകൊണ്ട് നിങ്ങളുടെ കുടുംബത്തിന് അനുഗ്രഹമായി മാറാൻ ശ്രമിക്കൂ. നിങ്ങളുടെ പ്രാർത്ഥനയും അനുഗ്രഹവും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കൂ. ഇവിടെ ആയിരിക്കുന്ന എല്ലാവർക്കും നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ വ്യക്തികളെയും നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഓരോരുത്തർക്കും സ്നേഹത്തോടെ, സഹിഷ്ണുതയോടെ ഓരോരുത്തരെയും കുടുംബത്തെ കെട്ടുവാനുള്ള ശക്തി ഇവിടെ ആയിരിക്കുന്ന എല്ലാവർക്കും നീ കൊടുക്കണമേ. ഇന്ന് പരിശുദ്ധാത്മാവിന്റെ കാര്യങ്ങൾ എല്ലാ കുടുംബങ്ങളിലും നടക്കുന്നതിന് വേണ്ടി, എല്ലാ ഹൃദയങ്ങളിലും നടക്കുന്നതിന് വേണ്ടി, ഞങ്ങൾ കേട്ടിരിക്കുന്ന ഉപദേശം എല്ലാവരുടെയും ഹൃദയങ്ങളിൽ അത് ഏറ്റെടുക്കുന്നതിന് വേണ്ടി നീ സഹായിക്കണം. ഞങ്ങളുടെ കുടുംബങ്ങൾ ഞങ്ങൾക്ക് കെട്ടിപ്പടുക്കുവാൻ സഹായിക്കണം. സ്വർഗീയ രാജ്യത്തിന് അവകാശികളാക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. യേശുവേ, 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 യേശുവേ.